നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃശൂരിൽ 105 ഗ്രാം MDMA-യുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ പിടിയിലായി. ടൗൺ വെസ്റ്റ് പോലീസും സിറ്റി ഡാൻസ് ഓഫ് സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആണ് ഇവർ പിടിയിലായത്. ബാംഗ്ലൂരിൽ ട്രെയിൻ മാർഗമാണ് MDMA തൃശൂരിൽ എത്തിച്ചത്. ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്തെ ഗുഡ്സ് ഷെഡിന് സമീപത്ത് വെച്ചാണ് ഇവരെ പിടികൂടിയത്. മയക്കുമരുന്ന് വാങ്ങാൻ മറ്റൊരാൾ റെയിൽവേ സ്റ്റേഷന് പരിസരത്തേക്ക് എത്തും എന്നുള്ള രഹസ്യ വിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. ഇതനുസരിച്ചാണ് പോലീസ് പരിശോധന നടത്തിയത്. മൂവരുടെയും അറസ്റ്റ് വെസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ മയക്കുമരുന്ന് വാങ്ങിയത്, ആർക്കാണ് കൈമാറാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഹാത്മാ അയ്യങ്കാളിയുടെ 162ാം ജന്മദിനം കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഷാഫി കല്ലൂപ്പറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, സന്തോഷ് കാവനാട്, ലിനോ മൈക്കിൾ, തങ്കമണി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. നന്ദകുമാർ കൊരപ്പത്ത്, അർജുനൻ വടേക്കാട്ടിൽ, ബാബു മനക്കുളങ്ങര പറമ്പിൽ, ഷിനോജ് കോടാലി എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് ഫോട്ടോ എടുത്തിരുന്ന 2 കുട്ടികളെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പുത്തൻപിടിക അണ്ടിക്കോട്ടിൽ വീട്ടിൽ 19 വയസ്സുള്ള അജിൽ ആണ് പിടിയിലായത്. ജൂൺ 25 വൈകിട്ട് 5:30 സംഭവം. പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ മേൽപ്പാലത്തിന് മുകളിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ 6 അംഗ സംഘം എത്തി സിഗരറ്റ് ചോദിക്കുകയും നൃത്തം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇല്ലെന്ന് പറഞ്ഞതോടെ കുട്ടികളെ ആക്രമിക്കുകയായിരുന്നു. കേസിലെ മറ്റു പ്രതികളായ ചാഴൂർ തൈവളപ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണ, പെരിങ്ങോട്ടുകര പറമ്പിൽ വീട്ടിൽ ആദിത്യകൃഷ്ണൻ, ചാഴൂർ അടിയാറ വീട്ടിൽ നവനീത് എന്നിവരെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളുടെ പേരിൽ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു. ഗ്രാമിന് 15 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 9,405 രൂപയായാണ് വർദ്ധിച്ചത്. പവന്റെ വില 120 രൂപ ഉയർന്ന് 75,240 രൂപയായി. നിലവിൽ 1 പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ 82,000 രൂപ നൽകേണ്ടി വരും. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് സ്വർണത്തിന് വർദ്ധിച്ചത് 800 രൂപയാണ്. ബുധനാഴ്ച 14 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണവില 75,000 കടക്കുന്നത്. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. 1 ഗ്രാം 916 ഹാൾമാർക്ക് വെള്ളിയുടെ ഇന്നത്തെ വിപണി വില 126 രൂപയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,405 രൂപയും പവന് 75,240 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.